വർഷം 2024 നവംബർ 23 സ്ഥലം ബാംഗ്ലൂർ. എന്നത്തെയും പോലെ മായ തൻ്റെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയാണ്. ആ സമയം അവൾ തൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്ന് ഓഫീസിലൊരു പാർട്ടി ഉണ്ട്, അതിനാൽ തന്നെ ഞാൻ ഒരല്പം വൈകിയേ വരുള്ളൂ എന്ന്. ചേച്ചി അതിനെ ഓക്കെ പറഞ്ഞതിനെ തുടർന്ന് അവൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. വൈകിട്ട് അവൾ പറഞ്ഞ സമയം അതിക്രമിച്ചു പോയപ്പോൾ ഈ ചേച്ചി ഇവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്ത സമയം തന്നെ മായയുടെ ഒരു മെസ്സേജ് വരികയാണ്, പാർട്ടി ഇനിയും അവസാനിച്ചിട്ടില്ല, കുറച്ച് സമയം കൂടി നീളും, അതിനാൽ തന്നെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരികില്ല, നാളെ മാത്രമേ വരികയുള്ളൂ എന്ന് പറയുകയാണ്. ആ ചേച്ചിക്ക് അത് വായിച്ചപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടം തോന്നിയില്ല എങ്കിൽ പോലും അവളൊരു പാർട്ടി മൂഡ് കളയണ്ടല്ലോ എന്ന് കരുതി ഒന്നും തന്നെ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഓക്കെ മാത്രം അയച്ചു. അങ്ങനെ 24 ആവുകയാണ്. അന്ന് മായ വരേണ്ട സമയം കഴിഞ്ഞിട്ട് മായയെ കാണുന്നില്ല. ഇതിനെ തുടർന്ന് ആകെ പരിഭ്രാന്തിയോടെ ചേച്ചി അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. അങ്ങനെ കുറേ നേരം ചേച്ചി വിളിച്ചപ്പോഴും സെയിം സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല ഇടയ്ക്ക് വിളിക്കുമ്പോൾ നോട്ട് റീച്ചബിളും പറയുകയാണ്. അതിനെ തുടർന്ന് ആ ചേച്ചി അവിടെ തന്നെ താമസിക്കുന്ന തൻ്റെ കസിനെ കൂടി ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് മായയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ വിളിച്ചു നോക്കിയാണ്. എന്നാൽ 23 മുതൽ ആർക്കും തന്നെ മായയെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് അവർ മായ ജോലി ചെയ്യുന്ന ആ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ച അവർക്ക് കിട്ടിയ വിവരം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 23 24 മായ ഓഫീസിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മായ പറഞ്ഞു എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു പാർട്ടിയും 23 തങ്ങളുടെ ഓഫീസിൽ നടന്നിട്ടില്ല എന്നുകൂടി കേട്ടപ്പോൾ ഈ ചേച്ചിയും കസിനും വല്ലാതെ പേടിച്ചു പോവുകയാണ്. തുടർന്ന് അവർ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ബന്ധുമിത്രാദികളെ കൂടി വിളിച്ചു നോക്കിയാണ്. എന്നാൽ എല്ലാവർക്കും നിന്നും കിട്ടിയ ഉത്തരം ഒന്ന് തന്നെയായിരുന്നു, അവർക്കാർക്കും തന്നെ മായയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. യഥാർത്ഥത്തിൽ മായയ്ക്ക് എന്താണ് സംഭവിച്ചത്? 2024 ബാംഗ്ലൂരിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ പുറകെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്, അതിനാൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും കൂടി ഈ വീഡിയോയ്ക്ക് തരാനും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മായ ഗോഗോയ് എന്നാണ് ഈ പെൺകുട്ടിയുടെ മുഴുവൻ പേര്. മായയും തൻ്റെ സഹോദരിമാരും ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ ആസാമിലാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ശിഷ്ടജീവിതം അവർ നയിച്ചിരുന്നത് മുത്തശ്ശിയോടും ഒപ്പം തന്നെ അമ്മാവൻ്റെയും ഒപ്പമായിരുന്നു. ഒരച്ഛനും അമ്മയ്ക്കും നൽകാൻ പറ്റുന്ന പരിചരണം പൂർണ്ണമായും മുത്തശ്ശനും അമ്മാവനും ഒന്നും നൽകാൻ പറ്റില്ല. വളർന്നു വരുമ്പോൾ സാമ്പത്തികമായും മറ്റൊരു രീതിക്കും തന്നെ ഇവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് കരുതിയാണ് ആ പെൺകുട്ടികൾ നല്ല രീതിക്ക് പഠിച്ചു വളർന്ന് മുന്നോട്ട് വന്നത്. മൂത്ത കുട്ടി പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവൾക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ലഭിക്കുകയാണ്. അതിനെ തുടർന്ന് അവൾ ബാംഗ്ലൂരിൽ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് എല്ലാം എടുത്ത് ജീവിതം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ തൻ്റെ 15ാമത്തെ വയസ്സിൽ മായ കൂടി ഇങ്ങോട്ട് വരികയാണ്. മായയ്ക്ക് മറ്റെല്ലാവരെക്കാളും കൂടുതൽ തൻ്റെ കാര്യങ്ങൾ ഒരാൾക്കും തന്നെ ബാധ്യതയാവരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതിനാൽ തന്നെ അവൾ പാർട്ട് ടൈമായി ജോലിക്കെല്ലാം പോയിക്കൊണ്ടാണ് തൻ്റെ പഠന കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത്. അതിനിടയിൽ തന്നെ നല്ല രീതിക്ക് വർത്തമാനം പറയാനും പെർഫോം ചെയ്യാനും കഴിവുള്ളതിനാൽ തന്നെ അവളൊരു ബ്ലോഗ് കൂടി തുടങ്ങിയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഈ പെൺകുട്ടി ഒരു ജോലിയിലും പ്രവേശിക്കുകയാണ്. ബംബിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുമായിരുന്നു ഈ പെൺകുട്ടി. ഒരു ദിവസം രാത്രി ഈ ആപ്പിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു ഹായ് വരുന്നത്. ആ ഹായ്ക്ക് റിപ്ലൈ കൊടുക്കാൻ അവൾ എപ്പോൾ തീരുമാനിച്ചോ അപ്പോൾ മുതൽ അവളുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് വഴിമാറുകയായിരുന്നു. അത് അവൾ മനസ്സിലാക്കാൻ അവൾക്ക് നവംബർ 24 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ആ മെസ്സേജ് അയച്ചത് ആരവ് എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള യുവാവായിരുന്നു. ആ യുവാവിൻ്റെ പ്രൊഫൈലും സംഭാഷണങ്ങളും എല്ലാം തന്നെ കേട്ടപ്പോൾ അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവുകയാണ്. ആ പയ്യന്റെ വീട് കേരളത്തിലെ കണ്ണൂരാണ്. അവൻ്റെ മുഴുവൻ പേര് ആരവ് ഹർണോയ് എന്നാണ്. 21 വയസ്സ് മാത്രമുള്ള അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒന്നായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ നിന്നും ഒപ്പം തന്നെ വീട്ടിൽ നിന്നും ഒരുപാടധികം ട്രോമകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പയ്യനായിരുന്നു ആരവ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും പൊരിഞ്ഞ വഴുക്കായിരുന്നു. ഒരു ദിവസം പോലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആരവിൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. ഈ വഴുക്കുണ്ടായതിനെ തുടർന്നെല്ലാം അവൻ്റെ പിഞ്ചു മനസ്സ് വല്ലാതെ മുറിവേറ്റിരുന്നു. അതിനെ തുടർന്ന് അവൻ സ്കൂളിലും ഏറ്റവും മോശം വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു.
തങ്ങൾക്കിനി ഒരു കാരണവശാലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആരവിന്റെ അച്ഛനും അമ്മയും കൂടി ഡിവോഴ്സിന് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ ഡിവോഴ്സ് കിട്ടുകയാണ്. തുടർന്ന് പിന്നീട് അവൻ താമസിച്ചു വന്നിരുന്ന അമ്മയോടൊപ്പമാണ്. എന്നാൽ ഒരമ്മ മകനോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെന്റും ആ സ്ത്രീ ആരവിനോട് കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. അങ്ങനെ ദിവസങ്ങൾ പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി ഒരു കൂട്ട് വേണമെന്ന് അവർക്ക് തോന്നുകയാണ്. അതിനെ തുടർന്ന് രണ്ടാമതൊരു വിവാഹം കൂടി അവൻ്റെ അമ്മ കഴിക്കുകയാണ്. അപ്പോൾ ആരവ് വിചാരിച്ചു ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം തന്നെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഈ സ്ത്രീക്ക് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ വരികയാണ്. ഒട്ടും വൈകാതെ തന്നെ ആ സ്ത്രീ ആ ബന്ധത്തിൽ നിന്നും ഡിവോഴ്സ് വാങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവന്റെ മുത്തശ്ശനായിട്ടുള്ള എക്സ് ആർമിമാനായിട്ടുള്ള ദാസ് എന്ന് പറയുന്ന ആള് ഇവനെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ശേഷം അവന്റെ അമ്മയോട് പറഞ്ഞത് അവശേഷിക്കുന്ന കാലം ഞാൻ ഇവനെ നോക്കിക്കൊള്ളാമെന്നാണ്. അങ്ങനെ മുത്തശ്ശൻ ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇവന്റെ അമ്മ ആദ്യത്തെ 2 പരീക്ഷണങ്ങളിൽ, അതായത് വൈവാഹിക ജീവിതത്തിലെ 2 പരീക്ഷണങ്ങളിൽ തോറ്റുപോയ ശേഷം മൂന്നാമതൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഇനിയും ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിലായിരുന്നു മുത്തശ്ശൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവന്റെ സ്കൂൾ ജീവിതമെല്ലാം കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിലേക്ക് കടന്നപ്പോഴും അവൻ തന്റെ പഠനത്തിൽ ഒട്ടും തന്നെ മികവ് കാണിച്ചില്ല. അങ്ങനെ ഡിഗ്രി പഠനത്തിന് പോയ അവൻ എല്ലാ സബ്ജക്റ്റും നല്ല രീതിക്ക് തന്നെ പൊട്ടിപ്പോവുകയാണ്. തുടർന്ന് ഒരു പരിചയവുമില്ലാത്ത ബാംഗ്ലൂരിലേക്ക് അവൻ വണ്ടി കയറുകയാണ്. അവിടെ ചെന്ന് കുറച്ച് സുഹൃത്തുക്കളെ കണ്ടെത്തണം, അതോടൊപ്പം ഒരു ജോലിയും ശരിയാക്കി ബാംഗ്ലൂർ തന്നെ കൂടാമെന്നാണ് അവൻ വണ്ടി കയറുമ്പോൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഒരുപാടധികം പരതിയിട്ടും അവന് ജോലിയൊന്നും ശരിയായില്ല. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അവനൊരു ഡേറ്റിംഗ് ആപ്പിൽ അംഗമാവുന്നത്. ആ ഡേറ്റിംഗ് ആപ്പിൽ അംഗമായപ്പോഴാണ് അവൻ്റെ മുന്നിലേക്ക് ഈ മായയുടെ പ്രൊഫൈൽ വരുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നതും. ഈ ആരവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആരവിന് ഒരുപാടധികം ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇല്ല, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. എന്നാൽ മായ ആവട്ടെ ഒരുപാടധികം സൗഹൃദങ്ങളുണ്ട്, ബ്ലോഗുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളുണ്ട്, മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ പരിചയങ്ങളുണ്ട്. അതുമാത്രമല്ല സ്കൂളിലും കോളേജിലും ഒക്കെ വലിയൊരു സൗഹൃദ നിര തന്നെ അവൾക്കുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ മായയെ കാണാതെയാവുന്നത്. മായ ഈ ആരവുമായിട്ടുണ്ടായിരുന്ന റിലേഷൻ തൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടും തന്നെ പങ്കുവച്ചിരുന്നില്ല. അതൊരു സീക്രട്ട് റിലേഷനായിട്ട് അവൾ കീപ്പ് ചെയ്ത് പോരുകയാണ് ചെയ്തത്. മായയെ കാണാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലും മറ്റും പരാതി കൊടുത്ത് തൻ്റെ സഹോദരിയെ കണ്ടു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ കസിനും ചേച്ചിയും കൂടി അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ബാംഗ്ലൂരിലെ തന്നെ ഇന്ദിരാനഗറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നവംബർ 26-ാം തീയതി ഒരു കോൾ വരികയാണ്. ആ കോൾ വിളിച്ചവർ പറഞ്ഞത് അവർ റോയൽ ലിവിംഗ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ്. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. 3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി അവിടെ ഒരു റൂം എടുത്തിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് അവിടെ ചെന്ന ജീവനക്കാരൻ ഡോറിൽ മുട്ടിയെങ്കിലും ആരും തന്നെ തുറന്നില്ല എന്നും അതിനെ തുടർന്ന് അവർ സ്പെയർ കീ എടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്നും പോലീസിനോട് പറയുകയാണ്. സംഭവം കേട്ട പോലീസ് ഉടൻ തന്നെ ഈ റോയൽ ലിവിംഗിലേക്ക് എത്തുകയാണ്. നേരെ സംഭവം നടന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടി, ഇതിൻ്റെ 19-20 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു പെൺകുട്ടി ബെഡിൽ മരിച്ചു കിടക്കുകയാണ്. ആ ബെഡിൽ നിറയെ ബ്ലഡ് തളം കെട്ടി കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല സമീപത്തായിട്ട് ഒരു കയറും കിടക്കുന്നുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ഒരു കയറ്. അതോടൊപ്പം തന്നെ അവളുടെ മൊബൈൽ ഫോണും ആ കിടക്കയിലുണ്ട്. അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പയ്യനെ ആ റൂമിൽ എങ്ങും തന്നെ കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസുകാർ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 23-ാം തീയതി 12:45-നാണ് ഇവർ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയം ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കളിച്ച് ഹാപ്പി ആയിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. റൂമിൽ കയറിയ ശേഷം ആ പെൺകുട്ടി ഒരിക്കൽ പോലും പുറത്തു വന്നിട്ടില്ലെന്നും എന്നാൽ ഈ പയ്യൻ 3-4 വട്ടം പുറത്തു വന്നിരുന്നതായി ഈ ഹോട്ടൽ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. നവംബർ 26-ാം തീയതി 8:30 രാത്രി ഈ പയ്യൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിൽ കയറി, ഒരു ടാക്സി കാറിൽ കയറി പോകുന്നുണ്ട്. ഈ ടാക്സി കാറിന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് പോലീസ് ഉടൻ തന്നെ ടാക്സി കാർ ആരുടെയാണെന്ന് അന്വേഷിക്കുകയാണ്. ആ ഡ്രൈവറെ കണ്ടെത്തിയ ശേഷം എവിടെയാണ് ഈ പയ്യനെ ഡ്രോപ്പ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ആണെന്നാണ്. തുടർന്ന് പോലീസുകാരെ രജിസ്റ്ററിലുണ്ടായിരുന്ന ഈ പയ്യന്റെ മൊബൈൽ നമ്പർ എല്ലാം എടുത്തിട്ട് ഇവനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അവനിവിടുന്ന് നേരെ റായ്പൂരിലേക്കാണ് പോയിരിക്കുന്നത്. റായ്പൂരിൽ നിന്ന് അവൻ മധ്യപ്രദേശിലേക്കും അതിനുശേഷം അവിടെ നിന്ന് വാരണാസിയിലേക്കും പോയി എന്നുള്ളത് അവർ മനസ്സിലാക്കിയാണ്. ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഫോം ചെയ്യുകയാണ്. അത് 3ആയി പിരിഞ്ഞ് ഒരു കൂട്ടർ കേരളത്തിലെ കണ്ണൂരിലേക്ക് പോവുകയാണ്, മറ്റൊരു കൂട്ടർ അവൻ പോയി എന്ന് കരുതുന്ന വാരണാസിക്ക് പോവുകയാണ്, മറ്റൊരു കൂട്ടർ ഇവിടുത്തെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്.
ഇവന്റെ നാട്ടിലും മറ്റുമെല്ലാം അന്വേഷണം നടത്തിയതിലൂടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇവന്റെ കയ്യിൽ 5ന്റെ കാശില്ല. അതിനാൽ തന്നെ അധികം വൈകാതെ തീർച്ചയായിട്ടും അവൻ ബാംഗ്ലൂരിലേക്ക് മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ. പോലീസുകാരുടെ ആ നിഗമനം 100% തന്നെ സത്യമാവുകയാണ്. ഈ കൃത്യം നടന്നതിന് ശേഷം ഇവൻ കടന്നു കളഞ്ഞ 4-ാം ദിവസം ദേവനകള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4:30 ആരവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവൻ്റെ മൊബൈൽ ഫോണെല്ലാം പരിശോധിച്ചപ്പോൾ 24-ാം തീയതി സെപ്റ്റോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവനൊരു കത്തിയും ഒപ്പം തന്നെ നൈലോണിന്റെ ഒരു മഞ്ഞ കയറും ഓർഡർ ചെയ്തത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആരവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസിനുണ്ടായിരുന്ന വലിയൊരു സംശയം എന്ന് പറയുന്നത് ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം ഈ പെൺകുട്ടി നിരവധി കുത്തുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല അവൾ മരണപ്പെട്ടിരിക്കുന്നത് നവംബർ 24-ാം തീയതിയാണ്. ഇവൻ പുറത്തേക്ക് ടാക്സിയിൽ പോയി എന്ന് പറയുന്ന തീയതി 26-മാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ദിവസം അവൻ ആ ബോഡിയോടൊപ്പമാണോ അവിടെ ചെലവഴിച്ചത് എന്നുള്ളതായിരുന്നു. ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പോലീസ് വിശദമായി തന്നെ ഇവനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ഇവര് നല്ല സുഹൃത്തുക്കളായ ശേഷം അതൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയും പിന്നീട് ഫോൺ മുഖേന എപ്പോഴും സംസാരിക്കലും എല്ലാം പതിവായിരുന്നു. അങ്ങനെ സംസാരിച്ചു പോകുകയാണ് ഈ ആരവിന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇവൾക്ക് ഒരുപാടധികം ആൺ സുഹൃത്തുക്കളുണ്ട്. ആദ്യം പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ, പഠിച്ചിരുന്ന സ്ഥലത്തെ, വ്ലോഗുമായി ബന്ധപ്പെട്ടവരെ, അങ്ങനെ നിരവധി സൗഹൃദങ്ങൾ മായ കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ മായയ്ക്ക് അതെല്ലാം വെറും സൗഹൃദങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ആരവിന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ഇതൊന്നും ആരവിന് ഒട്ടും ഇഷ്ടവുമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും അവൻ ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ അവളോടൊരു ഒച്ചപ്പാടിനോ ബഹളത്തിനോ ഒന്നും തന്നെ പോയിരുന്നില്ല. അങ്ങനെയാണ് ജോലിയൊന്നും കിട്ടാതെ കുറച്ച് നാളുകൾ ബാംഗ്ലൂർ താമസിച്ച ശേഷം അവൻ കണ്ണൂരിലുള്ള തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയം ഇവർ തമ്മിൽ നല്ല രീതിക്ക് ബന്ധം ഫോണിലൂടെ നിലനിർത്തിയിരുന്നു. ഇവൾ തൻ്റെ ആൺ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോയി സ്റ്റാറ്റസ് ഇടുന്ന ഫോട്ടോകളെല്ലാം തന്നെ ഇവനെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. ഇതേ സമയം തന്നെ മായയും ആരവിന് വേണ്ടിയിട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ മായ പാർട്ട് ടൈമായിട്ട് ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ആരവിനൊരു ജോലി ശരിയാക്കിയാണ്. അതനുസരിച്ച് ആരവ് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കാനാണ് ആരവ് ഒരു പ്രധാനപ്പെട്ട കാര്യം മായയോട് പറയുന്നത്. ആരവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലിവിങ് ടുഗദറായിട്ട് ഒന്നിച്ച് താമസിക്കാം എന്നുള്ളതായിരുന്നു. എന്നാൽ മായ അതിന് മറുപടിയായി പറഞ്ഞത് തൻ്റെ ചേച്ചി ഇവിടെ ഉള്ളതിനാൽ തന്നെ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെ വരില്ല എന്ന് പറയുകയാണ്. ഇത് ഇവന്റെ മനസ്സിൽ വല്ലാത്ത രീതിക്ക് വിഷമമുണ്ടാക്കുകയാണ്. ഇവൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ ഇവൾ ഒരുപാടധികം സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്തു പോകാറുള്ളതാണ്. എന്നാൽ താനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവൾ അത് ചെയ്യാൻ തയ്യാറായില്ല. ഈ ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ ഒരു ദിവസം അവളോട് ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മൂവ്മെന്റ് ചെലവഴിക്കാനായിട്ട് 1-2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലോ എന്ന് ചോദിക്കുകയാണ്. മായ അതിന് 100% സമ്മതവും പറയുകയാണ്. അതിനെ തുടർന്നാണ് നവംബർ 23-ാം തീയതി റോയൽ ലിവിംഗ് എന്ന് പറയുന്ന ഹോട്ടൽ റൂമിൽ അവർ റൂം എടുത്തത്. അവർ റൂം എടുക്കാൻ പോകുന്ന സമയം വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ള വീഡിയോ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കും പോലീസിനും വ്യക്തമാവുന്നതാണ്. തുടർന്ന് പോലീസിനുണ്ടായ ഒരേ ഒരു സംശയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ ഇവൻ കൊലപ്പെടുത്തിയത്, അതായത് കൊലയ്ക്കുള്ള മോട്ടീവ് എന്തായിരുന്നു എന്ന്. പോലീസ് എത്ര തന്നെ ചോദിച്ചിട്ടും അതിനുള്ള ഉത്തരം മാത്രം അവൻ പോലീസിനോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ അതിനുള്ള ഉത്തരം ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം പോലും പോലീസിനും അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് അറിയില്ല. പോലീസ് അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്, 23-ാം തീയതി റൂമിലെത്തിയ അവര് നല്ല രീതിക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവുക. എന്നാൽ 24-ാം തീയതി ഒരു പക്ഷേ ഇവളുടെ സൗഹൃദങ്ങളെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങളെ തുടർന്ന് അവൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചതിന് ശേഷമാണ് 24-ാം തീയതി സെപ്റ്റോ വഴി ഈ കത്തിയും ഒപ്പം തന്നെ നൈലോണിന്റെ മഞ്ഞ കയറുമെല്ലാം ഓർഡർ ചെയ്തതെന്നും പോലീസ് അനുമാനിക്കുകയാണ്. എന്നാൽ പോലീസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ സംശയമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ കൊലപ്പെടുത്തിയ ശേഷം 2 ദിവസം എന്തെടുക്കുകയായിരുന്നു അവനെന്ന്. അവൻ ആ ബോഡിയോടൊപ്പം 2 ദിവസം ആ റൂമിൽ തന്നെയാണ് താമസിച്ചത്. ഈ 2 ദിവസം അവനൊന്നും കഴിച്ചില്ല എന്ന് മാത്രമല്ല, സിഗരറ്റ് വലിച്ചുകൊണ്ട് മാത്രമാണ് ജീവിച്ചതും. ആ 21 വയസ്സുകാരനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ കൊച്ചുബുദ്ധിയിൽ ഒരു പ്ലാൻ തോന്നിയത്, ഒരു വണ്ടി വിളിച്ചിട്ട് നാട് വിടാമെന്ന്. അങ്ങനെയാണ് 26-ാം തീയതി അവൻ ആ ടാക്സി ബുക്ക് ചെയ്തും അതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പോയതും. എന്നാൽ ഒരുപാടധികം ലോകപരിചയമില്ലാത്ത അവൻ അധികം വൈകാതെ തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെയാണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി രേഖപ്പെടുത്തണം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും മിസ്ഡ് കോളായിട്ട് വരുന്നതാണെങ്കിലും മറുതലയ്ക്ക് നിൽക്കുന്നവരെ എത്തരത്തിലുള്ളവരാണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതിന് ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുത്തെന്നിരിക്കാം. അതിക്ക് മുൻപായി തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓയോ റൂം സെറ്റപ്പുകളിലേക്കൊന്നും നിങ്ങൾ
നിങ്ങൾ പോവാതിരിക്കുക. ഓരോ നിമിഷം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതീവ ജാഗ്രതയോടെ തന്നെ ജീവിതത്തിൽ കണ്ണ് തുറന്നിരിക്കണം. ഇത്രയെല്ലാണ് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആരവിന് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കൂടി ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ബൈ.